ഏവർക്കും നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിതിരിയുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ട് CPM-നകത്ത് സീറ്റ് വിഭജന ചർച്ചയിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. CPM-ലെ ചില പ്രമുഖ നേതാക്കൾക്ക് ഇത്തവണ സീറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. CPM-ന്റെ മുതിർന്ന നേതാവായ MM മണി, M സ്വരാജ്, കൂടാതെ കോൺഗ്രസിൽ നിന്ന് CPM രാഷ്ട്രീയത്തിൽ എത്തിച്ചേർന്ന സീറ്റ് മോഹിയായ P സരിൻ തുടങ്ങിയ നിരവധി നേതാക്കൾക്കാണ് ഇത്തവണ CPM സീറ്റ് നിഷേധിച്ചത്. കൂടാതെ ഇപ്പോഴത്തെ MLA-യും വടകരയിൽ ഷാഫി പറമ്പലിനോട് മത്സരിച്ച് തോറ്റ മുൻ ആരോഗ്യമന്ത്രി കൂടിയായിരുന്ന KK ശൈലജയെ ഇത്തവണ വീണ്ടും ഒരു കടുത്ത പോരാട്ടത്തിലേക്കാണ് CPM തള്ളിവിടുന്നത്. സ്വന്തം പാർട്ടിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച് നിരന്തരം പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന നേതാക്കന്മാർക്ക് സീറ്റില്ലാത്ത സാഹചര്യം CPM-നകത്തും പുറത്തും വലിയ ചർച്ചയാണ് നടക്കുന്നത്. മറുവശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF പുതുമുഖങ്ങൾക്കും നിലവിലെ MLA-മാർക്കും അടക്കം സീറ്റ് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. ജനങ്ങളോട് കൂടുതൽ അടുപ്പമുള്ള യുവ നേതാക്കളെ രംഗത്തിറക്കിയാണ് കോൺഗ്രസ് ഇത്തവണ മത്സരത്തെ നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM-നിട്ട കടുത്ത തിരിച്ചടി ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയം കൂടിയാകുമ്പോൾ CPM-ന്റെ തോൽവി എങ്ങനെയാകും, എത്രത്തോളം അതിൻ്റെ ആഘാതമേക്കുമെന്നാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഇത്തരത്തിൽ CPM-നകത്ത് ഉയരുന്ന വിവാദങ്ങൾ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി വെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഈ വിഷയത്തിൽ നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.